ഈ കേസിൽ പ്രതിയെ പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി നമുക്കൊരു ചെറിയ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടുക്കിയിലും ഏലപ്പറയിലൊക്കെ പോയിട്ട് അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് അവിടെ പ്രതിയുടെ ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പ്രതിയുടെ വീടുകളിലും ബന്ധു വീടുകളിലൊക്കെ അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ പ്രതിയുടെ പേരിൽ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കുറ്റകരമായ നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനം റിക്കവർ ചെയ്തിട്ടുണ്ട്. പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. തുടക്കം മുതൽ ഇതിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ അന്വേഷണം ഉണ്ടായിരുന്നു. പ്രതികളെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷണം നടത്തിയിരുന്നു. ഈ സംഭവം നടന്ന സമയത്ത് തന്നെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാതെ വണ്ടി നിർത്താതെ അവർ രക്ഷപ്പെട്ടു പോയതുകൊണ്ട് ആരാണ് അതിൽ രണ്ടുപേരുണ്ടായിരുന്നു വാഹനത്തിൽ. അപ്പോൾ ആരായിരുന്നു വണ്ടി ഓടിച്ചെന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ വന്നത്. പക്ഷേ അതിനുശേഷം നമ്മൾ പ്രതിയെ കണ്ടെത്തുകയും ശക്തമായിട്ടുള്ള നടപടികൾ സാധാരണ മട്ടിൽ ആക്സിഡൻറ്റിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എടുക്കുന്ന 304A പകരം കുറ്റകരമായ നരഹത്യയ്ക്ക് തന്നെ എടുത്തിട്ടുള്ള ശക്തമായിട്ട് നടപടി എടുത്തുള്ള സൂചനയാണ്. പ്രതി നാട് വിട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മറ്റെല്ലാ സംവിധാനങ്ങളും എടുത്തിട്ടുണ്ട്. കർശനമായിട്ടുള്ള നടപടികൾ എടുക്കുന്നതായിരിക്കും. ചെറിയ അപകടം ഉണ്ടാക്കിയ ശേഷവും പ്രതി കൊച്ചിയിൽ തന്നെ തുടർന്നെന്നാണ് പ്രതിയുടെ തന്നെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. അപ്പോൾ ഈ മൂക്കിന്റെ തുമ്പത്തുണ്ടായിട്ടും ഒരു വീഴ്ച സംഭവിച്ചെന്നതാണ് ഏറ്റവും പ്രധാനമായും കുടുംബം ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം പെൺകുട്ടിയുടെ. അല്ല, പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യമായിട്ടുള്ള നടപടികളെല്ലാം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു വീഴ്ച ഉണ്ടാകില്ല. അല്ല, അത് പ്രതിയെ ഹൈക്കോടതിയിൽ സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ പ്രതി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പ്രതിയെ എത്രയും പെട്ടെന്ന് പിടിക്കാനാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഒരു പ്രത്യേക സംഘം ഉണ്ടാവുമോ അതോ അങ്കമാലി പോലീസിന്റെ അന്വേഷണം? അല്ലല്ല, അതിനൊരു സ്പെഷ്യൽ ടീമിനെ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. അല്ല, അത് ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.